വണ്ടിനത്തെ തേടും ഞാനൊരു പൂവിൻ മുട്ട്. എന്താണ് രവിച്ചേട്ടാ രാത്രി എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ പോണ? ഓടാ, നിങ്ങളിപ്പോ വിചാരിച്ചാണ് ഞാൻ പോലെ ഊക്കോന്ന്. ഒരിക്കലുമില്ല. മഴക്കാലമൊക്കെ അല്ലേ, ഇതൊന്ന് കഴിഞ്ഞിട്ട് ഊക്കി തുടങ്ങാം. ഇവിടെ തൂക്കിട്ടിരുന്നിന്റെ തോർത്തി താരെടുത്തോണ്ട് പോയി. 47 ഓട്ടുള്ള തോർത്താണത്. ജലജേ, ജലജേ, 47 48 ഓട്ട. ജലജേ, ജലജേ. ചേടാ, എന്നാലും ഇന്നലെ രാത്രി ഞാൻ കഴിവെച്ച പാത്രങ്ങൾ എവിടെ പോയി? ഇനി എന്നാലും കള്ളന്മാരെടുത്തോണ്ട് പോരാണ്ടോ? കള്ളന്മാർക്ക് ഇത്രയും ദാരിദ്ര്യോ? പറഞ്ഞു തീർന്നില്ല, ഒരു കള്ള എത്തി. എന്തേ നിന്റെ തോർത്തെടുത്തായിരുന്ന കാണുവാനില്ല. തോർത്താ ഞാൻ തുറത്തേക്കണം. നിനക്കെന്തിനാ എന്റെ തോർത്ത് ഊരിത്താടിക്കോട്ട്? എനിക്കെന്തിനു നിങ്ങളെ തോർത്ത്? മനുഷ്യരുടെ കഴിവെച്ച പാത്രം കാണാത്ത വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് അവരെ തുള വീണ തോർത്ത്. കഴിഞ്ഞാഴ്ച ആ തോർത്ത് വെച്ച് 4 മീനിനാണ് ഞാൻ ചായനെ പിടിച്ചത്. അമ്മാതിരി തുള. അതെന്തിനാ അവിടെ? ഔട്ടൊന്നുമല്ല, ഞാൻ കറക്റ്റ് ക്രീസി കുത്തി. പോടാ, ഈ കസേരയുടെ ക്രീസ്. ഈ കസേര നേരത്തെ ഫ്രണ്ടിലല്ലടാ കിടന്ന, ഇതെങ്ങനെ ബാക്കിൽ പോയി? എന്നെ ഔട്ടാക്കാൻ വേണ്ടി നീ ബാക്കിൽ എടുത്ത് വെച്ചല്ലടാ. ഉടായിപ്പ എന്റെ അടുത്ത് ഇറക്കല്ലേ, മലയൊക്കെ ഔട്ടാണെങ്കിൽ ഇറങ്ങി പോടാ. ഉടായിപ്പ എടാ മോനെ, നിന്നെ കള്ളൗട്ടാക്കാൻ നോക്കല്ലേ. നമ്മ ഈ ഫീൽഡിൽ വന്നിട്ട് 10-30 കൊല്ലായിട്ടാ. അതിന് നിനക്ക് ആകെ 25 വയസ്സല്ലേ ആയുള്ളൂ. 5 വർഷം ശേഷം പറയുന്ന ഡയലോഗ് ഇപ്പൊ പറഞ്ഞു കുട്ടിയാതി. നിന്ന് പട്ടിക്കൂറ ചളിയടിക്കാതെ ബാറ്റ് ചെയ്തിട്ട് പോയി ബോൾ എറിയടാ. ഓക്കെ, കോംപ്രമൈസ്. ഇതിലേതെങ്കിലും ഒന്ന് തൊട്. ഞാൻ ബാറ്റ് ചെയ്യും, നീ ബോൾ ചെയ്യും. ചളി ചളി കൊടും ചളി, എനിക്ക് ബാറ്റിംഗ് ആണ്. മുറുക്കലി ചട്ടിമുട്ടും. ഇവിടെ എന്താടാ കറക്കലടാ, തലറാണ് എനിക്ക്. ബാറ്റിംഗാടാ. ചട്ടി, എന്റെ കലങ്ങൾ. എന്റെ തോർത്ത്. പുറത്ത് ബാഡ് വെതർ കണ്ടീഷൻ ആയതുകൊണ്ട് റെയിൻ സ്റ്റോപ്പ്ഡ് പ്ലേ, അതുകൊണ്ട് അകത്ത് നിന്ന് കളിച്ചു. എന്റെ പാത്രങ്ങൾ വെച്ചാണ് നിന്റെയൊക്കെ കളി. ബാറ്റും ബോളും സ്റ്റമ്പും ഇല്ലാത്തോണ്ട്. നിന്റെ തലയിൽ എന്താ ചട്ടി അമർത്തി വെച്ചിരിക്കണ? ഹെൽമറ്റ്, സേഫ്റ്റി മുഖ്യം. അപ്പൊ എപി പേടിന്റെ പകരം 2 കിഡ്നി. അയ്യേ, എന്റെ 2 കിഡ്നി. ഡിയർ സബ്സ്ക്രൈബേഴ്സ്, അടുത്തതായി ഞാൻ ഒരു ക്ലീഷേ ഡയലോഗാണ് ഒമർത്ത് പറയാൻ പോകുന്നത്. ക്ഷമിക്കണം, പറയാതിരിക്കാൻ നിവർത്തിയില്ല. 10-25 വയസ്സായില്ല നിനക്ക്, എന്നിട്ടാണോ മരം മുതുക്ക് കൂത്താട്ടങ്ങൾ മുതുക്കന്മാരി. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നല്ലേ അച്ഛാ? പാത്രങ്ങളും ഈ കളി കഴിഞ്ഞിട്ട് പോരെ അമ്മ? പറ്റൂല, എനിക്ക് എന്റെ തോർത്ത് കിട്ടിയിട്ട് വേണം കുളിച്ചിടെ ഒരു സ്ഥലം വരെ പോവാൻ. അതിന് നിങ്ങളോട് പോണേ? അത് വാപ്പിളിമുക്ക് ഇൻഡോർ സ്റ്റേഡിയത്തില് ഒരു വോളിബോൾ ടൂർണമെന്റ് ഉണ്ട്, അത് കളിക്കാൻ പോണം. എടോ പാണ്ടിക്കൈമാറ മുതുക്ക, തന്റെ മക്കളും കണക്ക് തന്നെ. അച്ഛൻ വോളിബോളൊക്കെ കളിക്കൂ? പിന്നെ ഏത് പൊസിഷൻ? സെറ്ററാ, സെർവറാ, സ്മാഷറാ? അതൊന്നുമല്ല, ഞാൻ ബോൾ ടേക്കിംഗ് പൊസിഷനാണ്. അതെന്തരി? അതായത് ഔട്ടാവുന്ന ബോളുകൾ 4 വാക്കിൽ നിന്ന് പോയി പിറക്കിയെടുത്ത് കളിക്കുന്നവരുടെ കയ്യിൽ കൊടുക്കുക. ദാറ്റ്സ് മൈ പൊസിഷൻ. പന്ത് പറക്കി അങ്ങനെ പറയാ. കളിക്കാൻ പോവേല്ലേ? ഇനിയിപ്പോ കളി കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ചാ പോരെ? എടാ, ഇവിടെ നിന്ന് കുളിച്ചിട്ട് പോയിട്ട് കളിച്ചിട്ട് വന്നിട്ട് കുളിക്കണ്ട. ഇനിയിപ്പോ ഇവിടെ നിന്ന് കുളിക്കാതെ പോയിട്ട് കളിച്ചിട്ട് വന്നാ കുളിക്കണത് ഭയങ്കര പാടല്ലേ. അപ്പൊ വന്നിട്ട് കുളിക്കൂലേ? പിന്നെ കളിച്ചിട്ട് വന്നാ കുളിക്കൂലേ? കുളിക്കും. What's that? ഇതെന്തൊരു കാണിക്കണ? പുഷപ്പ് എടുക്കണ്. എന്നിട്ട് മൂട് താരല്ലല്ല. ഇന്നെന്റെ മൂട് ശരിയല്ല, അതുകൊണ്ട് മൂട് താരൂല. ഏത് കളി കളിക്കാൻ പോകുന്നതിന് മുമ്പും നമ്മൾ വാമപ്പ് ചെയ്തിരിക്കണം. ബാള് ഉറക്കാൻ പോണ നീ എന്തൊരു വാമപ്പ്?
എടാ ഞാൻ ഇവിടെ മനഃപൂർവ്വം വാള് ഇറക്കാൻ നിൽക്കണതല്ലേ. എതിരാളികൾ എന്റെ അത്ര പ്രൊഫഷണൽസ് അല്ല. ഓ മാത്രവുമല്ല ഞാനെങ്ങാനും ചാടി സ്മാഷ് അടിച്ച് എതിരി നിൽക്കണന്റെ മൂക്കാമണ്ട പൊളിഞ്ഞ് രക്തം വാർന്നൊഴുകി അയ്യോ ഓർക്കാൻ കൂടി വയ്യ. നിനക്കൊരു കാര്യം അറിയോ? പണ്ട് വാപ്പിളിമുക്ക് ക്ലബില് എന്നെ എന്താണ് അവർ വിളിച്ചോണ്ടെന്ന് അറിയാമോ? രഘുന്നല്ലേ? അല്ല, കളിക്കളത്തിലെ കൊലയാളി. ഇപ്പൊ കളിക്കളത്തിലെ കഴിവേറി. അതാണ് കറക്റ്റ്. നീ ഇന്ന് കണ്ടോ? ഇന്ന് ഞാൻ അവിടെ പോയി സ്മാഷ് അടിക്കും, ഒരുത്തന്റെ മൂക്കാമണ്ട പൊളിക്കും, എന്നിട്ട് അവന്റെ രക്തം ഞാൻ എന്റെ കൈകളിൽ പുരട്ടിക്കൊണ്ട് വരും. ഇത് രഘുവിന്റെ വാക്ക്. ഇരുന്നിരുന്ന് ബോറടിച്ച് എനിക്ക് കുറച്ചേരം നിന്ന് ബോറടി. ചളിയോളി. ബാറ്റും ബോളും അമ്മയുടെ കയ്യിലാണ്, അതെടുക്കണം. പക്ഷെ എങ്ങനെ എടുക്കും? കൈ കൊണ്ടെടുക്കാം. തുടങ്ങിക്കോ. അമ്മ, നിങ്ങളെ ഇളയമോൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഡപ്പി എടുത്തോണ്ട് പോണേ. അമ്മ ഇറങ്ങി കയറ്റി. എന്റെ ഹെൽമെറ്റ്, ബാറ്റ്, സ്റ്റമ്പ്, ബോള് മേശോളും. മേക്കപ്പല്ല, ഒരുത്തന്റെ മൂക്കാമണ്ട പൊളിക്കാൻ പോയതാണ്. അപ്പൊ എന്റെ മൂക്കാമണ്ട പൊളിച്ചു വിട്ട്. എന്തൊരു സ്മാഷടി എന്തോ യുവാത്തിന് എന്തൊരു തള്ളി മറിക്കുമെന്തോ ഞാൻ. ചെറുത് ഞാൻ തരൂല. എവിടെ പോണമ്മ? ഡപ്പിയെ എന്റെ കയ്യിലാണ്. അമ്മയ്ക്ക് ഞാൻ തരട്ടാ ഇത്? വേണം. ഇതാ പിടിച്ചോ. വേണോ അമ്മ ഇത്? വേണോടാ. എന്നാ പിടിച്ചോ. മോനെ അമ്മ എന്നാ പിടിച്ചോ. എനിക്കിനി ഓടാൻ വയ്യ. എനിക്കും വയ്യ അമ്മ. ഇതാ അമ്മയുടെ ഡപ്പി. നീ എന്നെ ഓട്ടിപ്പിക്കുമല്ലേടാ? ജസ്റ്റ് മിസ്. മുഖശേപ്പ് കണ്ടിട്ട് നമ്മൾ അച്ഛനെ കണക്കില്ലല്ലോ അമ്മ. അല്ലേ? തന്നെ വോളിബോള് കളിക്കാൻ പോയ എന്നെ അവര് ഈ പൊടുതയിലാക്കി. വീട്ടിൽ വന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ച് കിടക്കാമെന്ന് വിചാരിച്ച എന്നെ നിങ്ങൾ വഞ്ഞിക്കിട്ടു. നന്നായി, ഡെഡ് ബോഡി മാത്രമായില്ല. അതിനൊക്കെ ഇനിയും സമയമുണ്ട്. നിങ്ങളോട് താഴെ ഇടയ്ക്ക് വന്ന് കയറാൻ പറഞ്ഞ ഓ, ഇപ്പൊ എന്റെ കുറ്റമല്ലേ? എനിക്കൊന്ന് കിടക്കണം, വല്ലാത്ത ക്ഷീണം. സഹായിക്കണോ വെച്ചാ? അയ്യോ വേണ്ട, സഹായിച്ച് കൊല്ലില്ലടാ മോനെ. പാവം, ആ മനുഷ്യന്റെ നടത്തം കണ്ടില്ലേ? നീ
നമ്മളൊന്നുമല്ല അമ്മേരെ ഡപ്പയാണ്. ഇത്രേ എനിക്ക് സംഭവിച്ചുള്ളൂ എന്ന് പറഞ്ഞ് ആശ്വസിക്കാം. ഈശ്വര, എനിക്കിനി ഒരു അബദ്ധം വരുത്തരുതേ. ഇതെടുത്ത് ദൂരെ കളയടാ. Thank you so much.